യുവാവിനെ പട്ടാപ്പകൽ തല്ലിക്കൊന്ന സംഭവത്തിൽ ഒരാൾ പിടിയിലായി. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എവിടെ നിന്നായിരുന്നു അറസ്റ്റ്? മറ്റു വിവരങ്ങൾ? സൗമ്യ, ഇന്നലെ ആറ്റിങ്ങൽ വക്കത്ത് യുവാവിനെ അടിച്ചു കൊന്ന സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ വിനായകിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. വിനായകിനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. സന്തോഷ്, സതീഷ് തുടങ്ങി 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. അവർ ഇന്ന് തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വ്യക്തമായ സൂചന. ഞായറാഴ്ച വൈകിട്ട് 5:30 വക്കം തോപ്പിക്ക് വളാകം റെയിൽവേ ഗേറ്റിന് സമീപത്ത് കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ആക്രമണം ഉണ്ടായത്. മുൻ വൈരാഗ്യമാണ് ഷബീറിനെ കൊലപ്പെടുത്താൻ കാരണം എന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഷബീറിനെ മരക്കഷ്ണം കൊണ്ട് അടിച്ചു കൊലപ്പെടുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പീപ്പിൾ TV ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഷബീറിനൊപ്പം ഉണ്ടായിരുന്ന വക്കം പത്മമന്ദിരത്തിൽ ഉണ്ണികൃഷ്ണൻ അടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഷബീറിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കേരളം കണ്ടത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ മറ്റും നടക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു ഇത്. സംഭവത്തിന് അതായത് 1 വർഷം മുൻപ് വക്കത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയുടെ വാലിൽ പിടിച്ചതിന് അക്രമി സംഘത്തിലെ ചിലരുമായി ഷബീറും ഉണ്ണികൃഷ്ണനും മറ്റു 2 സുഹൃത്തുക്കളും വഴക്കിട്ടിരുന്നു. അന്ന് പോലീസ് കേസെടുക്കുകയും ഇരു സംഘങ്ങളെയും രമ്യതയിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം പലപ്പോഴും ഇവർ പിന്നീടും വാക്കേറ്റവും വഴക്കും പതിവായിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. സംഭവത്തിൽ മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ പ്രതികൾ 4 പേരും പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങളുമായി ഉൾപ്പെടെ ബന്ധമുള്ളവരാണ് എന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. ആറ്റിങ്ങൽ ഡിവൈഎസ്പി പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്നിരുന്നാൽ പോലും കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറുന്നു എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഒരാൾ കുത്തേറ്റ് മരിച്ചിരുന്നു. മദ്യപാനികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കുത്തേറ്റ് മരിച്ചിരുന്നു. നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമാണെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സൗമ്യ, ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ പട്ടാപ്പകൽ യുവാവിനെ തല്ലിക്കൊന്ന സംഭവത്തിൽ ഒരാൾ പിടിയിലായി. ഇപ്പോൾ നവകേരള മാർച്ചിനോടനുബന്ധിച്ച് പിണറായി വിജയൻ ചാലക്കുടിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഉയർച്ചയുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു, പിന്നെ അത് അനന്തമായിട്ട് ഒരു മോശാവസ്ഥയിൽ കിടക്കുന്നത് നല്ലതല്ല. അത് നല്ല നിലയിൽ തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇന്നലെ പറഞ്ഞതാണ്. അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നുള്ള ഭാഗം ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചതാണ്. ഇപ്പോ കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ള 2 വാർത്തകൾ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്ഥിരമായിട്ടുണ്ടല്ലോ. ഈ ക്രമസമാധാന രംഗം എത്രമാത്രം തകരുന്നു എന്നതാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതിൽ ആരും വല്ലാതായി പോകുന്ന ഒരു റിപ്പോർട്ടാണ്. നടു റോഡിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഒരു സംഘം തടഞ്ഞു നിർത്തി അടിച്ചടിച്ചടിച്ചു കൊല്ലുകയാണ്. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയില്ല, അങ്ങനെ ഒരു പ്രധാനത്ത്. അത് മൊബൈൽ പാർട്ടി വെച്ചെന്നാണ്. അപ്പോൾ അവിടെ ആളുണ്ട്, അവിടെ നാട്ടുകാർ കാണുന്നുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മൊബൈൽ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ പത്രവാർത്ത കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു അക്രമി സംഘം പരസ്യമായി റോഡിലിട്ട് ആളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ
അത് ക്രമസമാധാന തകർച്ചയുടെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളതാണ്. പോലീസിന് ഇത്തരം റൗഡി സംഘത്തെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ മറ്റൊരു പ്രശ്നം ഇതേപോലെ തന്നെയാണ്. ഇത് റോഡിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആശുപത്രിയിൽ പോയതാണ് ഒരു കൂട്ടർ. അങ്ങനെ ഒരാളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗൂണ്ടാ സംഘത്തിൽപ്പെട്ട ഒരു തമ്മിലെന്തോ പ്രശ്നമുണ്ടായി. അതിലൊരാളെയും കൊണ്ട് ആശുപത്രിയിൽ വരിക. അവര് മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരാളെ പരിശോധിക്കുകയാണ്. ഇയാളെ ഇപ്പം തന്നെ അവർക്ക് പരിശോധിക്കണം. ഇതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ മേലെ ഒരാളെ കൊന്നു കളഞ്ഞല്ലോ. ഒരു ഭീകരമായ ആക്രമണമാണല്ലോ നടന്നത്. ഗൂണ്ടാ സംഘം ആശുപത്രി കയറി ആക്രമിക്കുന്ന നിലയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗൂണ്ടകൾക്കും ഗൂണ്ടകളുടെ സംഘങ്ങൾക്കും സ്വൈര്യമായിട്ട് അഴിഞ്ഞാടാനുള്ള സൗകര്യം കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു. ഇതും ക്രമസമാധാന തകർച്ചയുടെ ഫലമായി സംഭവിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ കടമ നിറവേറ്റാനാവുന്നില്ല. വിജിലൻസിന്റെ കടമ തന്നെ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ കാര്യം പറയാനുണ്ട്. ഏറ്റവും ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് വിജിലൻസ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഭരണം ജീർണിച്ചതിൻ്റെ ഭാഗമായി എല്ലാ രംഗങ്ങളെയും തകർക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇന്നലെയും ഒട്ടേറെ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരിക്കുകയാണ്. അതിൽ സലിം രാജിൻ്റെ തമ്പാനൂർ രവിയുടെ ഒക്കെ ദീർഘമായ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭാഷണങ്ങളിൽ എല്ലാം മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് സംസാരം. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സംസാരം. അതോടൊപ്പം മറ്റൊട്ടേറെ വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട്. അതൊരു സാധാരണ നില വിട്ട് കാര്യങ്ങൾ നടത്തുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വരെ ചില നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന നിലയുണ്ട് എന്നുള്ള സൂചന വരെയുണ്ട് ഈ ഇന്നലത്തെ പ്രസ്താവനയിൽ. ചുരുക്കത്തിൽ കോൺഗ്രസ് വല്ലാതെ തകർന്നിരിക്കുന്നു. അതിൻ്റെ ജീർണത അത്രമാത്രം മൂർച്ഛിച്ചതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇടപെട്ട് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഇപ്പോഴില്ല. കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പിന് 2 മാസമേ ഉള്ളൂ, അതുകൊണ്ട് മുഖ്യമന്ത്രി അലോസരപ്പെടുത്തേണ്ടതാണ്. ഇത്രമാത്രം തുറന്നു കാട്ടപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു വശത്തൂടെയല്ല, എല്ലാ വശത്തൂടെ നോക്കിയാലും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തയാളാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു നിമിഷം വൈകാതെ രാജിവെച്ച് ഒഴിയുക തന്നെയാണ് വേണ്ടത്. ഇതാണ് പൊതുവിൽ പറയാനുള്ള കാര്യം. അത് വെള്ളച്ചാട്ടം നിലനിർത്തുമെന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ കുറച്ച് വെള്ളം വിട്ടിട്ടാണ് ഈ വെള്ളച്ചാട്ടം നടത്തുന്നത്. ഭൂരിപക്ഷം ഭാഗം വേറെ തന്നിലൂടെ വിട്ട് ടർബൈൻ തിരിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും ടാപ്പ് ചെയ്തിട്ട് ചെറിയ ശതമാനം വെള്ളമാണ് ഈ ചാട്ടത്തിൽ കൂടെ വിടുന്നത് പറയുന്നത്. അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഫുള്ളായിട്ട് വീഴുകയും
ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് അതാണല്ലോ അത് വരുന്നത്. വെള്ളച്ചാട്ടത്തിന് വേണ്ടി വരുന്ന വെള്ളമുണ്ട്. ആ ആ ഭൂപ്രകൃതിയും കൂടിയാണ് വെള്ളച്ചാട്ടത്തിന് ഇടയാക്കുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിന് വേണ്ടി വരുന്ന വെള്ളം അത് ഇവിടെ ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രശ്നം. അതിന് കുറവ് വരില്ല. ജലാജൻ കമ്പനി ഇവിടെ ഒരു മാലിന്യം ചാലക്കുഴയ്ക്ക് ഇവിടുന്ന് പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് ഒരു വിഷയം ഉണ്ടായതാണ്. സാർ ശ്രദ്ധിച്ച് കാണുന്നത് ഒരു ട്രാഫിക് ചാർജ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായതാണ്. അതിൽ നല്ലൊരു പരിശോധന നടത്തി ജനപക്ഷത്ത് നിന്നുള്ളൊരു പ്രവർത്തനം ഉണ്ടാവണം. മാലിന്യ വിമുക്തമാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വ്യത്യസ്ത അഭിപ്രായവുമില്ല. നമ്മുടെ നദികളും മറ്റും പൂർണ്ണമായും നമുക്ക് വീണ്ടെടുക്കാനാവണം. അത് നല്ല രീതിയിൽ മാലിന്യ വിമുക്തമാവുകയെന്നുള്ളൂ. ഈ പറയുന്ന കമ്പനിയുടെ പ്രശ്നവും അവർ മറ്റ് മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ നല്ല രീതിയിൽ വെക്കേണ്ടതും മാലിന്യം പൊതു ആരോഗ്യത്തിന് ദോഷകരമാകാത്ത രീതിയിൽ പുറന്തള്ളാൻ പാടില്ലാത്തതുമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പത്തനംതിട്ടയിൽ വി എസ് സുധീരൻ പത്രത്തിൽ പറയുന്നത് സരിത എസ് നായർക്ക് ഈ UDF സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി 10 കോടി രൂപ നൽകാമെന്ന് ഒരു വീട് പടുകൊടുത്താന്ന് സരിത എസ് നായർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതിനെപ്പറ്റി CPM ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സുധീരൻ ഇന്നലെ പത്തനംതിട്ടയിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇതില് സുധീരനിപ്പോ സുധീരനില്ലാതായി മാറിയിരിക്കുകയാണല്ലോ. സുധീരൻ എന്നാണല്ലോ ആ പേരിന്റെ അർത്ഥം. ആ ധീരത ഇപ്പൊ അദ്ദേഹത്തിനില്ല. അതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഉപജാപക സംഘത്തിന്റെ ഒരു പാവിയായിട്ടാണ് ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ബാബു മന്ത്രിയായിരിക്കെ കോടതി ബാബുവിനെതിരെ പരാമർശിച്ചപ്പോൾ പെട്ടെന്നുള്ള തോന്നലിൽ സുധീരൻ പറഞ്ഞു അത് വളരെ ഗൗരവമുള്ള പരാമർശമാണ് ഇത് കോടതിയുടെ പരാമർശം. പക്ഷെ പിന്നീട് സുധീരൻ പറഞ്ഞു വിജിലൻസ് കോടതി ബാബുവിനെതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ലായിരുന്നു. വിജിലൻസ് കോടതി ബാബുവിനെതിരെ ഗൗരവമായ പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ തന്നെയാണ് പിന്നെ മാറ്റി പറയുന്നത്. അപ്പോൾ അത് ഈ ഉമ്മൻചാണ്ടി സംഘത്തിന് കീഴ്പ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ വന്നു കാര്യങ്ങൾ. ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന കാര്യങ്ങളിലും സുധീരന് ശബ്ദമില്ല. ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കുന്ന നിലയാണ് സുധീരൻ സ്വീകരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് വ്യവസായം നടത്താൻ വന്ന ഒരു സ്ത്രീയുടെ ആദായത്തിൻ്റെ വിഹിതമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. 7 കോടി അവരെ ആദായത്തിൻ്റെ വിഹിതമാണല്ലോ ചോദിക്കുന്നത്. അത് അതീവ ഗൗരവമായ കാര്യമല്ലേ. ഇപ്പോൾ സുധീരനറിയാലോ DGP അലക്സാണ്ടർ ജേക്കബ് നേരത്തെ ജയിൽ മേധാവിയായിരുന്നു. അദ്ദേഹം സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കുമ്പോൾ പറഞ്ഞു സരിതയുടെ കത്ത് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതിൽ 13 പേരുണ്ട്. ആ 13 പേരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരുമാണ്. ഒരാള് IG-യാണ്. ആരുടെയും പേര് ഞാൻ വെളിപ്പെടുന്നില്ല, അവരുടെ മാന്യത നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് നമ്മളാരെങ്കിലും പറഞ്ഞല്ല. നമ്മളെന്ന് വെച്ചാൽ ഏതെങ്കിലും പത്രപ്രവർത്തകനോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനോ പറഞ്ഞതല്ല. DGP, ഈ കേരളത്തിലെ DGP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയാൻ. അപ്പോൾ അത് ഔദ്യോഗിക സ്ഥിരീകരണമാണെന്നർത്ഥം. ആ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും എന്ന് പറഞ്ഞതിൽ ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്താ സുധീരൻ ചെയ്തത്? എന്ത് അന്വേഷണം നടത്തി? ആ പറഞ്ഞ വസ്തുത വെച്ച് ഇവര് ആരാണെന്ന് കണ്ടെത്താൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ? അപ്പോൾ തലയിൽ മുൻകൂട്ട് നടന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല.
ഞങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന കോടികൾ ആർക്കും കൊടുക്കാനില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കോടികൾ കൊടുത്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരുമല്ല. അതൊക്കെ UDF-ന്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്, കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. പല കാര്യങ്ങളും കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. സരിത നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട്, ഉമ്മൻചാണ്ടിയെ പിതൃതുല്യനായി കാണുന്ന ഒരു കോൺഗ്രസ്സുകാരിയാണ് ഞാനെന്ന്. അതായത് കോൺഗ്രസ്സുകാരിയായിട്ട് ഉള്ള സ്വയം സർട്ടിഫൈ ചെയ്യുന്ന നില നേരത്തെ തന്നെ സരിത സ്വീകരിച്ചിട്ടുണ്ട്. സരിതയെ ഞങ്ങളാരും പണം കൊടുത്ത് സ്വാധീനിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ അന്ന് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവന വന്ന ആ ഘട്ടത്തിൽ തന്നെ അത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ് എന്ന കാര്യം ഞങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. സുധീരൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിഷേധിച്ചില്ല എന്ന് പറയുന്നത്? ഞാനായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നയാൾ. ഈ പറയുന്ന പ്രശ്നം വരുമ്പോൾ ആ വന്ന ദിവസം തന്നെ അതിനെപ്പറ്റി പരാമർശം നടത്തിയിട്ടുണ്ട്, അത് നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം CPIM അങ്ങനെയൊന്നും ചെയ്യുന്നൊരു കൂട്ടരല്ല. അതുകൊണ്ട് ആരും അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആർക്കും അത് ഓർമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളത് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. സുധീരനിപ്പോ ഈ നിലപാട് കൊണ്ട് അത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികള് UDF വിടാനൊരു നല്ല ചോർന്നത്. ഇപ്പൊ ഇന്നാണെങ്കിൽ KM മാണി BJP ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ആവർത്തി വളർന്നു ജനതാള് UDF വിടാൻ ഇത് LDF എങ്ങനെ കാണുന്നത്? UDF വിടാനൊക്കെ ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. കാരണം UDF-ന് സംഭവിച്ചിട്ടുള്ള ജീർണത, ആ ജീർണതയുടെ ഭാഗമായി നിൽക്കാൻ സാധാരണ മര്യാദയൊക്കെ പുലർത്തിപ്പോകുന്നവർ തയ്യാറാവില്ല. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണല്ലോ ആരും താല്പര്യം പ്രകടിപ്പിക്കുക. പക്ഷേ ഇതിൻ്റെ ഭാഗമായി പോയവരുണ്ട്, ഇതിൽ കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അവരപ്പോൾ അവിടെ തന്നെ നിൽക്കും, അവരതിൻ്റെ ഭാഗമായി തന്നെ തുടരും. അപ്പൊ ഇതിൽ ആരാണ് കുടുങ്ങിയിട്ടുള്ളത്, ആരാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും ഞങ്ങളുടെ മുന്നിൽ അങ്ങനെയൊരു വസ്തുതാപരമായ നിർദ്ദേശമായി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി UDF വിടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടില്ല. വാർത്തകൾ ഇങ്ങനെയുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചില പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പാർട്ടി UDF വിട്ടാൽ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. ഈ കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആറുടമകളും CPM തമ്മിലുള്ള കൂടാലോചനയുടെ ഭാഗമാണ് ഈ സരിത ഇത്രയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തലുകളെന്ന് UDF ആരോപിക്കുന്നത്. UDF-ന് നിലനിൽപ്പില്ലാത്തതിന് ഞങ്ങളെ മേക്കിട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ട്. വാർഡുടമകളുടെ താല്പര്യം വെച്ച് നടത്തുന്നു. സരിതക്കുള്ള പ്രശ്നം എന്താ? സരിത കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് സരിത അവസാനം വരെ പൈസ കിട്ടാൻ വേണ്ടിയാണ് കളിച്ചതെന്നല്ലേ ഈ പറഞ്ഞതിനെല്ലാം വ്യക്തം. അപ്പോൾ ബെന്നി ബേനാനും രവിയും തമ്പാനൂർ രവിയും അത് സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കും. ആ ഉറപ്പുകളൊന്നും നടക്കുന്നില്ല. ഇതാണല്ലോ സരിത മാറാൻ കാരണം. അതിൽ തന്നെ സരിത കോൺഗ്രസ് ആയിട്ടാണല്ലോ നിലകൊള്ളുന്നത്. അതിൽ കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ സരിത എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അതൊക്കെ അവരെ കാര്യമാണ്. ഞങ്ങൾ ഇങ്ങനത്തെ തരംതാണ രാഷ്ട്രീയ കളിക്കൊന്നും പുറപ്പെടാറില്ല. ഞങ്ങൾ നേരെ അന്തസ്സുറ്റ രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമേ നടക്കൂ. അധികാരത്തിൽ വന്ന മദ്യനയത്തിൽ മാറ്റം ഉണ്ടാകുമോ? ബാറുകൾ വീണ്ടും തുറക്കുമോ? മദ്യനയത്തിന്റെ കാര്യമൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ടില്ല.
നമുക്ക് അപ്പോൾ വേറെ പുതിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് പിരിയാ അല്ലേ? ശരി. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്ന അവസ്ഥയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. നവകേരള മാർച്ചിന്റെ വിവരങ്ങളുമൊക്കെ കൂടിയായി സാലി മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, എന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി പറഞ്ഞത്? സൗമ്യ, നവകേരള മാർച്ചിനോടനുബന്ധിച്ച് ഇന്ന് ചാലക്കുടിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിണറായി. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പുറത്തു വന്ന 2 വാർത്തകൾ സംബന്ധിച്ചുള്ളതാണ്. തിരുവനന്തപുരത്ത് യുവാവിനെ നടു റോഡിൽ പട്ടാപ്പകൽ തല്ലിക്കൊന്ന ഒരു സംഭവം. അത് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി പറഞ്ഞത് കേരളത്തിൽ ക്രമസമാധാനം അങ്ങേയറ്റം തകർന്ന സ്ഥിതിയാണ്. പരസ്യമായി നടു റോഡിൽ പട്ടാപ്പകൽ ആളെ തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. പോലീസിന് റൌഡി സംഘങ്ങളെ നിയന്ത്രിക്കാനാവുന്നില്ല. ഗുണ്ടകൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കും അഴിഞ്ഞാടാനുള്ള സൗകര്യം കേരളത്തിൽ ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം പോലീസിന്റെ കടമ നിറവേറ്റാനാകുന്നില്ല എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ UDFന്റെ ഭരണപരാജയത്തിന്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസം വിജിലന്റ് അല്ലെന്ന് ഹൈക്കോടതി പരാമർശിച്ചതുപോലെ തന്നെ ആ പോലീസിന്റെ മറ്റു വിഭാഗങ്ങളും അങ്ങേയറ്റം നിഷ്ക്രിയമായിരിക്കുന്നു. അവരുടെ ജോലി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അങ്ങേയറ്റം ഗുരുതരമായ പരിസ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് പിണറായി പറഞ്ഞു. മാത്രമല്ല, സുധീരനെതിരെ അദ്ദേഹം നിശ്ചിത വിമർശനം നടത്തി. സുധീരൻ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെ സംബന്ധിച്ച് സുധീരൻ മൗനം പാലിക്കുകയാണ്. സുധീരൻ അല്ലാതായി മാറിയിരിക്കുന്നു. സുധീരന്റെ പേരിലുള്ള ധീരത ഇപ്പോഴില്ല. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഉപജാപക സംഘത്തിന്റെ ഭാഗമായി സുധീരൻ മാറി. തലയിൽ മുണ്ടിട്ട് നടന്നതുകൊണ്ട് ഒന്നും ഇല്ലാതാകുന്നില്ലെന്ന് സുധീരൻ ഓർക്കണം എന്നാണ് പിണറായി പറഞ്ഞത്. ഏതായാലും UDF സർക്കാരിനും കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെ ഒക്കെ കുറിച്ച് സർക്കാരിനെതിരെ നിശ്ചിത വിമർശനം ഉയർത്തുന്നതായിരുന്നു പിണറായിയുടെ വാർത്താ സമ്മേളനം. അല്പസമയത്തിനകം നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. കറുകുറ്റി ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ CPMന്റെ എറണാകുളം ജില്ലയിലെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഗംഭീരമായ ഒരു വരവേൽപ്പായിരിക്കും പിണറായിക്ക് നൽകുക. നൽകിയത് P. ജയരാജന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിവരങ്ങളുമായി താജുദ്ദീൻ ചേർന്നുണ്ട്. താജുദ്ദീൻ, വിശദാംശങ്ങൾ. സൗമ്യ, കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിസ്ഥാനത്ത് ചേർത്ത CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നിരസിച്ചതിനെതിരെ ജയരാജൻ സമർപ്പിച്ച അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. ജസ്റ്റിസുമാരായ KP ശങ്കരൻ, KP ജ്യോതീന്ദ്രനാഥ് നടക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് ജയരാജന്റെ അപ്പീൽ ഹർജി ഫയലിൽ സ്വീകരിച്ചത്. ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും കോടതിയിൽ ഹാജരാക്കാൻ CBIയോട് കോടതി നിർദ്ദേശം നൽകി. ജയരാജന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ സെഷൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി ഉന്നയിച്ചിരുന്നു. കേസ് ഡയറി ഹാജരാക്കാതെയും സെഷൻസ് കോടതി കേസ് ഡയറി പരിശോധിക്കാതെയുമാണ് തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നിരസിച്ചത് എന്ന പ്രത്യേകം ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണമുള്ള സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി അടക്കമുള്ള ഫയലുകൾ കേസ് വാദത്തിനിടെ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് CBI അഭിഭാഷകരോട് നിർദ്ദേശിക്കുകയായിരുന്നു. കേസിൽ പ്രാഥമിക വാദം നടത്തുന്നതിന് തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 1999 രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ തന്റെ CPMന്റെ നേതൃത്വനിരയിലുള്ള തന്നെ അവമതിപ്പുണ്ടാക്കുന്നതിനും രാഷ്ട്രീയ പ്രേരിതമായ കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികൾ ഗൂഢാലോചനയിലൂടെ തന്നെ കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജയരാജൻ അപ്പീൽ ഹർജി സമർപ്പിച്ചത്. ഈ കാര്യം സെഷൻസ് കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം പരിശോധിക്കാതെയാണ് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നിരസിച്ചതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്ക് പോലീസ് സംരക്ഷണം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചു വന്നിരുന്നു. 1997 മുതൽ തന്നോടൊപ്പം ഗൺമാനുണ്ട്. തന്റെ നീക്കങ്ങൾ എല്ലാം തന്നെ ഗൺമാൻ മേലുദ്യോഗസ്ഥരെ അപ്പോഴപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നു. താൻ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിവിധ ഘട്ടങ്ങളിലും വിവിധ സമയങ്ങളിലും തന്റെ ഗൺമാനെ ചോദ്യം ചെയ്യുകയും ഗൂഢാലോചനയ്ക്ക് യാതൊരു തെളിവും ലഭിക്കുകയും ചെയ്യാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ CPMനെയും തന്നെയും അഭിമുഖത്തിലുണ്ടാക്കുന്നതിന് കേസിൽ 25 ജയരാജന്റെ ആരോപണം. ഇക്കാര്യത്തിൽ വിശദമായ വാദം ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച നടത്തും എന്ന സമയം. താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും AGയും DGPയുമായി കൂടിക്കാഴ്ച നടത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു കൂടിക്കാഴ്ച. 1.5 മണിക്കൂർ നീണ്ടുനിന്നു. വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, വിശദാംശങ്ങൾ.
ഇന്ന് രാവിലെയോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. മുഖ്യമന്ത്രിക്ക് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് രാവിലെ എറണാകുളത്ത് മറ്റു പരിപാടികളുണ്ട്. ഈ പരിപാടികളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ തന്നെ തങ്ങുകയായിരുന്നു. വിമാനത്താവളത്തിലേക്ക് ഏറ്റവും അടിയന്തരമായി മുഖ്യമന്ത്രി AG അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലിയെയും വിളിച്ചു വരുത്തുകയായിരുന്നു. സോളാർ കേസിൽ അതായത് ഇന്നലെ തെളിവുകൾ CD അടങ്ങിയ തെളിവുകൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരുന്നു. ഇത് സർക്കാരിന് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഈ നീക്കത്തോട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇതിനെ എങ്ങനെ നിയമപരമായി നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഏറ്റവും അടിയന്തരമായി AGയും DGP അടക്കമുള്ളവരെയും മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ചർച്ച നടത്തിയത്, കൂടിക്കാഴ്ച നടത്തിയത്. ഇത് രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഇതിന് മറ്റു വൃത്തങ്ങളോട് മുഖ്യമന്ത്രി ഇതുമായുള്ള വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല. അത്രയ്ക്കും രഹസ്യമായാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. മാത്രമല്ല തൃശൂർ വിജിലൻസ് കോടതി നേരത്തെ തന്നെ, അതായത് സരിതയുടെ മുൻപ് സരിത സോളാർ കമ്മീഷൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ഈ വിധിയെയും ഈ ഉത്തരവിനെയും എങ്ങനെയൊക്കെ നിയമപരമായി നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മനും സോളാറുമായുള്ള ബന്ധം, അതുപോലെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ, അതായത് ഇന്നലെ സരിത ഹാജരാക്കിയ CD-കളിൽ ഉള്ളതുപോലെ ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, സലീം രാജ് എന്നിവരടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാർക്ക്, തോമസ് കുരുവിള അടക്കമുള്ളവർക്ക്, എബ്രഹാം കലവണ്ണൂർ അടക്കമുള്ളവർക്ക് സരിതയുമായുള്ള ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം സരിതയുടെ മൊഴി വഴി തെളിയുകയാണ്. ഇതിനേക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ നടന്നതെന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത്. സൗമ്യ. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. നിലവിലെ സാഹചര്യങ്ങളിൽ DGPയുമായും AGയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നെടുമ്പാശ്ശേരിയിലായിരുന്നു കൂടിക്കാഴ്ച. സോളാർ കമ്മീഷനിൽ സരിതാ നായരുടെ പുതിയ വെളിപ്പെടുത്തലുകൾ തുടരുമ്പോൾ സർക്കാരും കോൺഗ്രസും കടുത്ത പ്രതിരോധത്തിലാണ്. ആഭ്യന്തരമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ലക്ഷങ്ങൾ കോഴ നൽകിയെന്ന ആരോപണം ബിജു രമേശ് ആവർത്തിച്ച് വ്യക്തമാക്കിയതും സർക്കാരിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. പ്രതിദിനം സരിതാ നായർ സോളാർ കമ്മീഷന് മുന്നിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ മുൾമുന്നിലാക്കിയിരിക്കുകയാണ്. തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു വിശ്വസ്തനായ ബെന്നി ബെഹനാൻ MLAയുമായുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നത് കോൺഗ്രസിനും സർക്കാരിനും വൻ തിരിച്ചടിയായിട്ടുണ്ട്. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയുമായുള്ള സരിതയുടെ ടെലിഫോൺ സംഭാഷണം വിരൽ ചൂണ്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അധികാരത്തിൽ നിന്ന് മാറി അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന സരിതയുടെ വെല്ലുവിളിയും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. അതേസമയം കോൺഗ്രസിലെയും UDFിലെയും ഒന്നാം നിര നേതാക്കളും രണ്ടാം നിര നേതാക്കളും സർക്കാരിനെ പ്രതിരോധിക്കാനാവാതെ കുഴങ്ങുകയാണ്. ഇവരാരും രംഗത്തെത്തുന്നില്ല എന്നതും ശ്രദ്ധേയം. സരിതയുടെ വെളിപ്പെടുത്തലുകൾ A ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായ നീക്കങ്ങൾ I ഗ്രൂപ്പ് സജീവമാക്കിയിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും VS ശിവകുമാറിനെതിരെയും ബിജു രമേശ് അഴിമതി ആരോപണം ആവർത്തിച്ചതോടെ I ഗ്രൂപ്പും പ്രതിരോധത്തിലാണ്. സംസ്ഥാനത്ത് സംഭവങ്ങൾ വഷളാവുന്നത് കേന്ദ്ര നേതൃത്വം കൃത്യമായി വീക്ഷിക്കുകയാണ്. ആരോപണങ്ങൾ ഉയരുമ്പോഴും മുതിർന്ന നേതാവ് AK ആന്റണി മൌനം പാലിക്കുന്നതും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പല വെളിപ്പെടുത്തലുകളും നടത്തുന്ന സരിതയുടെ നിലപാടും ആശങ്കയോടെയാണ് UDFും കോൺഗ്രസും വീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സരിതാ എസ് നായരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ചാണ്ടി ഉമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിശബ്ദതയാണ് മികച്ച മറുപടിയെന്നും സോളാർ ബിസിനസ്സുമായി തനിക്ക് ബന്ധമില്ലെന്ന് തന്നോട് അടുത്തവർക്ക് എല്ലാം അറിയാമെന്നും താൻ നിയമത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഒരു നാൾ സത്യം പുറത്തുവരുമെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോട്ടെത്തും. കനത്ത സുരക്ഷയാണ് കോഴിക്കോട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ നഗരം കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. സ്വപ്നനഗരിയിൽ നടക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോടെത്തുന്നത്. ആദ്യമായി ജില്ലയിലെത്തുന്ന പ്രധാനമന്ത്രിക്കായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. DIG സെവാഗ് നംഗ്യാലിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന 40-അംഗ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് പുറമെ 4 SP-മാരുൾപ്പെടെയുള്ള 1314 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഉത്തരമേഖല ADGP നിതിൻ അഗർവാൾ, തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ, DCP D സാലി എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. സുരക്ഷാ സംവിധാനങ്ങൾ മുൻകൂട്ടി പരിശോധിക്കുന്നതിനായി ഡൽഹിയിൽ നിന്നുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. സ്വപ്നനഗരിയിൽ നടക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള വിഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കരിപ്പൂരിൽ വിമാനത്തിലിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും പ്രത്യേകം സജ്ജമാക്കിയ ഹെലികോപ്റ്ററിൽ 12:05 വെസ്റ്റിൽ വിക്രം മൈതാനിയിലിറങ്ങും. വിക്രം മൈതാനിയിൽ നിന്നും കാർ മാർഗം സ്വപ്നനഗരിയിലെത്തി തിരിച്ചു മടങ്ങും വിധമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 1 മണിക്കൂറാണ് ചടങ്ങിനായി പ്രധാനമന്ത്രി ചിലവഴിക്കുക.
പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നലെ 2 തവണ ഹെലികോപ്റ്റർ വിക്രം മൈതാനിയിൽ ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിനായുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറുകളും കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന കാറിന് പുറമെ ഒരു സ്പെയർ കാർ, യാത്രാമധ്യേ മൊബൈൽ സിഗ്നലുകൾ നിഷ്ക്രിയമാക്കുന്ന ജാമർ കാർ എന്നിവയാണ് ഡൽഹിയിൽ നിന്നും കോഴിക്കോട് എത്തിച്ചത്. അതീവ സുരക്ഷയിൽ സായുധ സേനാ ക്യാമ്പിലാണ് കാറുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. മുൻകരുതലുകളുടെ ഭാഗമായി നഗരത്തിലെ പൊതുയിടങ്ങളിലെല്ലാം ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തി. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ വാഹന പരിശോധനയും കർശനമായി തുടരുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. നഗരത്തിലെ ഹോട്ടലുകൾ, മാളുകൾ എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കം എറണാകുളം ജില്ലയിൽ പൊടിപൊടിക്കുന്നു. റീജിയണൽ സ്പോർട്സ് സെന്റർ ആസ്ഥാനത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ പൊളിച്ചു നിരത്തി പുതിയ സ്വിമ്മിംഗ് പൂളിനുള്ള തറക്കല്ലിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുന്നത് ചട്ടങ്ങളൊന്നും പാലിക്കാതെ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തറക്കല്ലിടൽ നടത്താൻ ഒരുങ്ങുന്നതെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ തന്നെ ആരോപിക്കുന്നു. എറണാകുളത്തെ റീജിയണൽ സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്ത് നിലവിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്തത് 1993 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 25 മീറ്റർ നീളവും 10 അടി വീതിയുമുള്ള നീന്തൽക്കുളം പുതുക്കി നിർമ്മിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ധൃതി പിടിച്ച് തറക്കല്ലിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബി ഈഡൻ MLA-യുടെയും ഗവൺമെന്റിന്റെയും ഭരണനേട്ടമെന്ന നിലയ്ക്ക് ഉയർത്തിക്കാട്ടാനാണ്. എന്നാൽ അതിലും ഗൗരവപരമായ കാര്യം, നിലവിലുള്ള നീന്തൽക്കുളം പൊളിച്ചുമാറ്റാൻ അംഗീകാരം നൽകേണ്ടത് സംസ്ഥാന സ്പോർട്സ് കൌൺസിലാണ്. നാളിതുവരെ കൌൺസിൽ ഇതിനുള്ള അംഗീകാരം നൽകിയിട്ടുമില്ല. മാത്രമല്ല, 2ാം നിലയിൽ ആധുനിക സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുമ്പോൾ അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട ഉത്തരവുകളൊന്നും ലഭിക്കാതെയും പാലിക്കേണ്ട കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും പാലിക്കാതെയുമാണ് സംസ്ഥാന സർക്കാർ തറക്കല്ലിടാൻ ശ്രമിക്കുന്നതെന്ന് എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ആരോപിക്കുന്നു. അത് പൊളിച്ചു കളയുന്നതിനുള്ള അനുമതി എവിടെ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് എന്നറിയില്ല. റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളും സ്പോർട്സ് സമൂഹവും അവരെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാതെയാണ് ഇപ്പോൾ ഇത് നീങ്ങിയിട്ടുള്ളത്. തീർച്ചയായും അതിന്റെ ഭാരവാഹികളായ ചില ആളുകളുടെ സ്ഥാപിതമായ താല്പര്യമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ MG രാജമാണിക്യം ചെയർമാനും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് റീജിയണൽ സ്പോർട്സ് കൌൺസിലിന്റേത്. ചട്ടം പാലിക്കണമെന്ന് നിർബന്ധിക്കേണ്ട ആളുകളാണ് ജില്ലാ കളക്ടർ. ദേശീയ ഗെയിംസ് പ്രമാണിച്ച് 4.5 കോടി മുടക്കി ശീതീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം കോംപ്ലക്സുകൾ ഇപ്പോൾ വിവാഹത്തിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വൻതുകയ്ക്ക് വാടകയ്ക്ക് നൽകുകയാണ്. വലിയ കൺസ്ട്രക്ഷൻ നടത്തുന്നു, അവിടെ സ്വിമ്മിംഗ് പൂള് വരുന്നു, പുതിയ ക്ലബ് ഹൗസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പ് ഫീസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. തറക്കല്ലിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്ഥലം MLA ഹൈബി ഈഡനും MP KV തോമസും സംഘവും ഇന്നെത്തുമ്പോൾ നീന്തൽക്കുളത്തിലെ ഒരുക്കം ഈ ആർച്ച് മാത്രം. ചട്ടങ്ങളെല്ലാം ഞങ്ങൾ കാറ്റിൽ പറത്തും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആർച്ച് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലാതെ മറ്റെന്താണ്? ന്യൂസ് ബ്യൂറോ, കൊച്ചി. സിക വൈറസ് ആഗോള പ്രതിസന്ധിയെന്ന് ലോകാരോഗ്യ സംഘടന. UN ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിസന്ധി നേരിടാൻ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപനത്തോടെയുള്ള നടപടികൾക്കും ആഹ്വാനം ചെയ്തു. ജനീവയിൽ ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധ സമിതിയുടെ തീരുമാനം അനുസരിച്ചാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സിക വൈറസ് ഭയാനകമായ വേഗത്തിൽ പടരുന്നതായും ചെറിയ തലച്ചോറ് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതിന് സിക വൈറസ് കാരണമാകുമെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ വർഷത്തെ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും. അടിസ്ഥാന നിരക്കിൽ മാറ്റം വരുത്തിയേക്കില്ല എന്നാണ് സൂചനകൾ. നിലവിൽ 6.75% റിപ്പോ. ബജറ്റ് നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തത RBIക്ക് ലഭിക്കാത്തതും നിരക്ക് ഇതേപടി നിലനിർത്താൻ കാരണമാകുമെന്നാണ് സൂചന. പണപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും ഈ നീക്കത്തിന് ബലം നൽകുന്ന വസ്തുതയാണ്. സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമം 377 വകുപ്പ് അനുസരിച്ച് കുറ്റകൃത്യമാണെന്നുമുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ നാസ് ഫൗണ്ടേഷൻ നൽകിയ തിരുത്തൽ ഹർജി ഇന്ന് പരിഗണിക്കും. തുറന്ന കോടതിയിലാണ് വാദം കേൾക്കുക. സ്വവർഗരതി കുറ്റകരമല്ലെന്ന് 2009 ഡൽഹി ഹൈക്കോടതി വിധിച്ചിരുന്നു. ഈ വിധിയാണ് സുപ്രീംകോടതി 2013 തള്ളിയത്. നിയമവ്യവസ്ഥയിലെ അവസാന വഴിയായ തിരുത്തൽ ഹർജികൾ ജഡ്ജിമാരുടെ ചേംബറിലാണ് പരിഗണിക്കുന്നത്. അപൂർവമായി മാത്രമേ തിരുത്തൽ ഹർജികൾ പരിഗണിക്കാറുള്ളൂ എന്നതിനാൽ ഹർജിക്കാർ വളരെ പ്രതീക്ഷയോടെയാണ് വിധി കാത്തിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് PSC ഫിസിക്സ് അധ്യാപക നിയമനത്തിന് നീക്കം നടത്തുന്നു. ഇതിനായി നടത്തിയ പരീക്ഷയുടെ 19 ചോദ്യങ്ങൾ റദ്ദാക്കിയ നടപടി നേരത്തെ വിവാദമായിരുന്നു. ഈ പരീക്ഷ പുനഃപരിശോധിക്കാതെയാണ് UGC മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് അതിനുള്ളിൽ നിന്നുള്ളവർക്ക് നിയമനം നൽകാൻ ഒരുങ്ങുന്നത്.
UGCയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് PSC ഫിസിക്സ് അധ്യാപക നിയമനത്തിന് നിലവിൽ നീക്കം നടത്തുന്നത്. അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയും അതല്ലെങ്കിൽ UGCയുടെ 11 മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള PhD നേടിയിട്ടുള്ളവരെയുമാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും പരിശോധിക്കാതെയാണ് PSCയുടെ ദ്രുതഗതിയിലെ നിയമന നീക്കം. 2014 ഓഗസ്റ്റ് 8-നായിരുന്നു ഫിസിക്സ് അധ്യാപക നിയമനത്തിനായി സംസ്ഥാനത്ത് പരീക്ഷ നടത്തിയത്. ഒരു വർഷത്തിനു ശേഷം ഇറങ്ങിയ ഉത്തരസൂചികയിൽ അപാകതകളുടെ പേരിൽ 19 ചോദ്യങ്ങൾ റദ്ദാക്കിയിരുന്നു. 100 ചോദ്യങ്ങളിൽ 70 ഫിസിക്സിൽ നിന്നും 30 ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നിന്നുമായിരുന്നു. അതേസമയം റദ്ദാക്കിയതിൽ 18 ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്നുള്ളതായിരുന്നു. മതിയായ കാരണങ്ങളില്ലാതെയാണ് ചോദ്യങ്ങൾ റദ്ദാക്കിയതെന്ന പരാതിയും അന്നേ ഉയർന്നിരുന്നു. ഈ പരീക്ഷ റദ്ദാക്കുന്നതിന് പകരം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് PSC ചെയ്തത്. ഇഷ്ടക്കാരിൽ ചിലരെ തിരികെ കയറ്റാനാണ് PSCയുടെ നീക്കമെന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. PSC ചെയർമാൻ MP, MLA എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് UGCയുടെ ഉദ്യോഗാർത്ഥി കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭവന വായ്പാ രംഗത്ത് മുൻപന്തിയിലുള്ള ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് പുതിയ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. പുതിയ ഭവന വായ്പാ സേവന പദ്ധതിയായ SBI ഫ്ലെക്സി പേ ബാങ്ക് ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യ മുംബൈയിൽ അവതരിപ്പിച്ചു. പ്രൊഫഷണലുകളെ ലക്ഷ്യം വെച്ചുള്ള വായ്പാ പദ്ധതിയിൽ ആകർഷകമായ രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്. 3 വർഷം മുതൽ 5 വർഷം വരെ പലിശ മാത്രം അടയ്ക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ ഉടനടി വായ്പ ലഭ്യമാക്കാൻ കഴിയുന്ന പദ്ധതിയാണിത്. തിരുവനന്തപുരത്ത് പദ്ധതിയെക്കുറിച്ച് സ്റ്റേറ്റ് ബാങ്ക് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബാദൽ ചന്ദ്രബോസ് വിവരിച്ചു. ജനറൽ മാനേജർ K. വെങ്കടചലപതി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജോയ് C. ആര്യങ്കര എന്നിവരും പങ്കെടുത്തു. ദേശീയ സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച കേരളം 30 സ്വർണ്ണ നേട്ടമാണ് ഇതുവരെ കേരളത്തിന് ഉള്ളത്. ട്രിപ്പിൾ ജമ്പിലും 800 മീറ്റർ പെൺകുട്ടികളുടെ മത്സരത്തിലും കേരളം റെക്കോർഡോടെ നേട്ടം കൈവരിച്ചു. വിവരങ്ങളുമായി മനു ചേർന്നുണ്ട്. മനോഹരങ്ങൾ. തീർച്ചയായിട്ടും സൗമ്യ, തുടർച്ചയായി 19ാമത് കിരീടം ഉറപ്പിച്ചാണ് ദേശീയ സ്കൂൾ കായികമേളയിൽ മുന്നേറുന്നത്. അവസാന ദിനമായി 27 ഫൈനലുകൾ നടക്കുന്നുണ്ട്. അതിലിപ്പോൾ 5 ഫൈനലുകൾ കടന്നിരിക്കുന്നു. 5 ഫൈനലുകൾ കഴിഞ്ഞപ്പോൾ കേരളം ട്രിപ്പിൾ ജമ്പിൽ ലിസ്ബത്ത് കരോളിൻ ജോസഫ് ദേശീയ റെക്കോർഡിനെ മറികടക്കുന്ന പ്രകടനത്തോടെ സ്വർണ്ണം നേടി. 12.54 മീറ്റർ മറികടന്നാണ് ലിസ്ബത്ത് കരോളിൻ ജോസഫ് സ്വർണ്ണം നേടിയിരിക്കുന്നത്. 12.36 മീറ്റർ ആയിരുന്നു ദേശീയ റെക്കോർഡ്. ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ലിസ്ബത്ത് നേരത്തെ സ്വർണ്ണം നേടിയിരുന്നു. മറ്റൊന്ന് 800 മീറ്റർ സീനിയർ പെൺകുട്ടികളിൽ അബിത മേരി മാനുവൽ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടി. 2.08 മിനിറ്റ് കൊണ്ടാണ് അബിത മേരി 800 മീറ്റർ ഓടിയെത്തിയത്. ഇതേ ഇനത്തിൽ തന്നെ C. ബബിത കേരളത്തിന്റെ വെള്ളിയും നേടിയിട്ടുണ്ട്. മറ്റൊന്ന് 800 മീറ്റർ സീനിയർ ആൺകുട്ടികളിൽ കേരളത്തിന് വെള്ളിയും വെങ്കലവും ലഭിച്ചു. സുഗന്ധകുമാർ വെള്ളിയും ബിബിൻ ജോർജ് വെങ്കലവും നേടി. 30 സ്വർണ്ണമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിനുള്ളത്. ഇനി കേരളത്തിൽ നടക്കാൻ പ്രതീക്ഷയുള്ള ഇനങ്ങൾ 200 മീറ്റർ, 100 മീറ്റർ ഹർഡിൽസ്, 80 മീറ്റർ ഹർഡിൽസ്, 4x400 മീറ്റർ റിലേ അടക്കമുള്ള മത്സരങ്ങൾ കേരളം പ്രതീക്ഷ വയ്ക്കുന്നു. 200 മീറ്ററിൽ കേരളം സ്വർണ്ണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ഷഹർബാന സിദ്ദിഖ് മത്സരിക്കുന്നുണ്ട് 200 മീറ്ററിൽ കേരളത്തിന് സ്വർണ്ണ പ്രതീക്ഷ. 100 മീറ്റർ ഹർഡിൽസിൽ ഡൈബി സെബാസ്റ്റ്യൻ കേരളത്തിന് സ്വർണ്ണ പ്രതീക്ഷ മത്സരിക്കുന്നു. 80 മീറ്ററിലും കേരളം സ്വർണം പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർച്ചയായി 19ാമത് കിരീടമെന്ന കേരളത്തിന്റെ സ്വപ്നത്തിലേക്ക് ഇനി ആ സ്വപ്നം പൂർത്തിയാകാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ്. കേരളം ഇപ്പോഴേ തന്നെ സ്വർണം ഉറപ്പിച്ചു കഴിഞ്ഞു. രാവിലത്തെ ഫൈനലുകൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി ട്രിപ്പിൾ ജമ്പിന്റെ ഫൈനൽ മാത്രമാണ് നടക്കാനുള്ളത്. ഇതിലും കേരളത്തിന് പ്രതീക്ഷയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി 200 മീറ്റർ അടക്കമുള്ള ഫൈനലുകൾ നടക്കുക. 200 മീറ്ററിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ രാവിലെ നടക്കും. സൗമ്യ. മനു നായരാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ സ്കൂൾ കായികമേളയിലെ റിലേ മത്സരങ്ങളിൽ കേരളത്തിന് തിരിച്ചടി. 4x100 മീറ്റർ റിലേയിൽ നടന്ന 6 ഫൈനലുകളിൽ നിന്ന് കേരളത്തിന് 2 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും മാത്രമാണ് ലഭിച്ചത്. സ്വന്തം മണ്ണിൽ ഏറെ പ്രതീക്ഷിതമായാണ് കേരളം റിലേ മത്സരങ്ങളുടെ ട്രാക്കിലേക്ക് ഇറങ്ങിയത്. എന്നാൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. സ്വർണം പ്രതീക്ഷിച്ച സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ റിലേയിൽ കേരളത്തിന് വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ അവസാന ലാപ്പിലെ കുതിപ്പിലൂടെ സീനിയർ ആൺകുട്ടികൾ പ്രതീക്ഷ കാത്തു. ജൂനിയർ വിഭാഗത്തിൽ പെൺകുട്ടികൾ സ്വർണം കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചപ്പോൾ ആൺകുട്ടികൾക്ക് തിരിച്ചടിയേറ്റു. വെങ്കല മെഡലുമായി ജൂനിയർ ആൺകുട്ടികൾക്ക് ട്രാക്കിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. അവസാന നിമിഷം വരെ സ്വർണം പ്രതീക്ഷിച്ചിരുന്ന സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവസാന ലാപ്പിലെ അവസാന സെക്കൻഡുകളിൽ മാനസിയുടെ അവിസ്മരണീയമായ കുതിപ്പിലൂടെ മഹാരാഷ്ട്ര ജയം സ്വന്തം പേരിലാക്കി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഫൈനലിൽ കേരളത്തിന് ടീമുണ്ടായിരുന്നില്ല. ഹീറ്റ്സിൽ ബാറ്റൺ കൈമാറുന്നതിലെ പിഴവ് കാരണം ടീമിനെ അയോഗ്യരാക്കുകയായിരുന്നു. ബാറ്റൺ കൈമാറുന്നതിനിടയിലെ ആശയക്കുഴപ്പവും ഫിനിഷിംഗിലെ അപാകതയുമാണ് ചില ഉറച്ച മെഡലുകൾ കേരളത്തിന് നഷ്ടപ്പെടാനിടയാക്കിയത്. അവസാന ദിവസം നടക്കുന്ന 4x400 മീറ്റർ റിലേയിലാണ് ഇനി കേരളം കണ്ണും നട്ടിരിക്കുന്നത്. ക്യാമറമാൻ RK ഫിറോസിനോടൊപ്പം സിജു കണ്ണൻ. മഹാരാഷ്ട്രയുടെ തായ് ബമാനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇല്ലായ്മകളുടെ വറുതിയിൽ നിന്ന് കായിക ലോകത്ത്
പൊന്മുത്തമിടുന്നവർ ധാരാളമുണ്ട്. എന്നാൽ തായ് ബൊമാന എന്ന മഹാരാഷ്ട്ര പെൺകുട്ടിയെ കായിക ലോകത്തിന്റെ വിജയപീഠത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും കാണും. നാസിക്കിലെ ദൽസത്പൂർ ആദിവാസി മേഖലയിൽ നിന്ന് 1.5 വർഷം മുൻപാണ് കാലുകൾക്ക് കാറ്റിനേക്കാൾ വേഗമുള്ള ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അസാധാരണ കഴിവുകളുള്ള പെൺകുട്ടിയെന്ന് അവളെ ആരൊക്കെയോ വിളിച്ചു. അവൾ മത്സരിക്കുന്നത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല. അവർക്കത് അറിയേണ്ടതുമില്ല. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ അവൾ സ്വർണം കൊയ്തെടുത്തപ്പോഴും ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നുവല്ലോ എന്ന ഭാവമായിരുന്നു കായിക ലോകത്ത്. ദീർഘദൂര മധ്യദൂര ഇനങ്ങൾ ലക്ഷ്യമിടുന്ന ബൊമാന തായ് 600 മീറ്ററിലും ദേശീയ റെക്കോർഡോടെ സ്വർണമണിഞ്ഞു. നാനൂറിലെയും 600ലെയും വേഗം ഈ കുഞ്ഞുകാലുകൾക്ക് പിന്നിലാണ് ഇന്ന്. ബൊമാനയ്ക്ക് ഇപ്പോൾ പ്രായം 11. ഇവളിലൂടെ ഇന്ത്യക്കൊരു ഒളിമ്പിക്സ് മെഡൽ സ്വപ്നം കാണാമെന്ന് പരിശീലകൻ പറയുമ്പോൾ അതിശയോക്തിക്കപ്പുറം നമുക്കത് വിശ്വസിക്കാം. കാരണം അത്ലറ്റിനു വേണ്ട എല്ലാ ഗുണങ്ങളുമുണ്ട് ബൊമാനയിൽ. താളാത്മകമായ ഓട്ടം, കുഞ്ഞു പാദങ്ങൾക്ക് കൂടെയുള്ള വലിയവരേക്കാൾ വേഗം. സ്വന്തം നാട്ടുകാരിയായ കവിതാ റാവത്തിനെ പോലെ ലോകം അറിയുന്ന ഒരാളാകണം എന്നാണ് അവളുടെ ആഗ്രഹം. ട്രാക്കിൽ മാത്രമല്ല, ബൊമാനയുടെ ജീവിതത്തിന്റെയും പ്രതീക്ഷയുടെയും ലക്ഷ്യങ്ങളുടെയും ദൂരവും ദീർഘമാണ്. വളവുകളിൽ വിശ്രമിക്കാതെ അവൾ കുതിക്കുക തന്നെ ചെയ്യും. ദൃശ്യങ്ങൾ പകർത്തിയ RK ഫിറോഷിനും ഷൈജു പിലാത്രയ്ക്കുമൊപ്പം അരുൺ VS. ജൂനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ ശ്രീനാഥിന്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായ ഒരു വീടാണ്. ആശാരിപ്പണിക്കാരായ അച്ഛന്റെയും സെയിൽസ് ഗേളായ അമ്മയുടെയും കഠിനാധ്വാനത്തിന് ശ്രീനാഥ് പകരം നൽകുന്നത് ട്രാക്കിലെ സുവർണ്ണ നേട്ടങ്ങളാണ്. എത്രയും വേഗം സ്വന്തമായ ഒരു വീട് എന്ന പ്രതീക്ഷയിലാണ് ശ്രീനാഥ്. ലോങ് ജമ്പിറ്റിൽ ദൂരങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോഴും ശ്രീനാഥിന്റെ സ്വപ്നങ്ങൾക്ക് സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമാണ്. അന്നന്നത്തെ ആഹാരത്തിനായി അധ്വാനിക്കുന്ന ഒരു ആശാരിപ്പണിക്കാരന്റെ മകനാണ് ശ്രീനാഥ്. അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾക്ക് പകരമായി ട്രാക്കിൽ നിന്ന് പൊന്നു വാരിക്കൊടുക്കുന്ന യഥാർത്ഥ മകൻ. സ്വന്തമായി ഒരു വീടെന്നതാണ് ശ്രീനാഥിന്റെ ഏറ്റവും വലിയ സ്വപ്നം. പരിശീലന സമയത്ത് 7.10 മീറ്റർ വരെ ക്ലിയർ ചെയ്തിട്ടുള്ള ശ്രീനാഥ് കോഴിക്കോട് 6.70 മീറ്റർ അകലേക്ക് പറന്നിറങ്ങിയാണ് ജൂനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ സ്വർണത്തിൽ മുത്തമിട്ടത്. ലോങ് ജമ്പിൽ ദൂരങ്ങൾ അനായാസം കീഴടക്കുമ്പോഴും ശ്രീനാഥിന്റെ സ്വപ്നം സ്വന്തമായൊരു വീടാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടിയുടെ സ്വപ്നങ്ങളെ നാം കാണാതിരുന്നുകൂടാ. ശ്രീനാഥ്, ഇന്നെത്രയായിരുന്നു ഇവിടെ ചാടിയത്? 6.75. ശ്രീനാഥിന്റെ കരിയർ ബെസ്റ്റ് 7.10 സ്റ്റേറ്റ് സ്കൂൾ മീറ്റിൽ 6.97 ചാടിയിട്ടുണ്ട്. പക്ഷെ എന്താ ഇവിടെ കുറഞ്ഞു പോയത്? ഇവിടെ ഞാൻ ടേക്ക് ഓഫ് പ്രശ്നമുണ്ടായിരുന്നു. ടേക്ക് ഓഫിൽ നിന്ന് ഞാൻ ബാക്കി തന്നെ ടേക്ക് ഓഫ് എടുത്തത്. പിന്നെ ഫസ്റ്റ് ജമ്പ് ഫൗള് നല്ല ജമ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജമ്പിൽ വലിയ ചെയ്യാൻ പറ്റിയില്ല. മൊത്തം ടേക്ക് ഓഫ് ബോർഡിന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം കുറഞ്ഞു, ഒന്നും കയറിയില്ല. ശ്രീനാഥ് നേരത്തെ എന്നോട് പറയുകയുണ്ടായി, ശ്രീനാഥിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടാണ് ശ്രീനാഥിന്റെ ഒരു സ്വപ്നം. പിന്നെ ഞങ്ങൾക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടിന് വലിയ ആഗ്രഹമാണ്. അച്ഛനും അമ്മയ്ക്ക് എന്ത് ജോലി ചെയ്യും? അച്ഛൻ ആശാരിപ്പണിയാണ്, അമ്മ സീസുകളായിട്ട് പോകുന്നുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയ RK ഫിറോഷിനൊപ്പം മനു M നായർ. ആവേശം ആഘോഷത്തോളം ഉയർത്തിയ പോരാട്ടമായിരുന്നു ഹൈജമ്പ് അരീനയിൽ കണ്ടത്. ഡൽഹിയുടെ വാൻഷിക ഫെജ്വാളും കേരളത്തിന്റെ NP സംഗീതയും തമ്മിലുള്ള പോരാട്ടം കാണികളെ മുൾമുനയിൽ നിർത്തി. അനായാസമായ ജമ്പിംഗ് ശൈലി കൊണ്ട് കാണികളുടെ കയ്യടി നേടിയ വാൻഷികയാണ് സ്വർണം ചാടി നേടിയത്. സംഗീതയ്ക്ക് വെള്ളി ലഭിച്ചു. ആവേശം ഉയരങ്ങൾ കീഴടക്കിയ പോരാട്ടമായിരുന്നു ഹൈജമ്പ് അരീനയിൽ നടന്നത്. ഓരോ നിമിഷവും കാണികളെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിനൊടുവിൽ 1.70 മീറ്റർ ക്ലിയർ ചെയ്ത് വാൻഷിക സേജ്വാൾ സുവർണ ഉയരം ചാടിക്കടന്നു. ദേശീയ നിലവാരത്തിനൊത്തുയർന്ന മത്സരത്തിൽ വാൻഷികയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിയത് കേരളത്തിന്റെ സംഗീതയായിരുന്നു. വെള്ളി നേടിയ സംഗീത മറികടന്നത് 1.67 മീറ്റർ ഉയരമാണ്. വാൻഷികയുടെ ജമ്പിംഗ് ശൈലി തന്നെയായിരുന്നു മത്സരത്തിന്റെ സവിശേഷത. ജമ്പിംഗ് അരീനയുടെ ഇടതുഭാഗത്ത് കൂടി ഓടിയെത്തി ക്രോസ് ബാറിന് മുകളിലൂടെ അനായാസം പറന്നിറങ്ങിയ വാൻഷികയുടെ ജമ്പിംഗ് ശൈലി അന്താരാഷ്ട്ര നിലവാരങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നു. 1.45 മീറ്റർ ഉയരം ക്ലിയർ ചെയ്തപ്പോൾ മുതലായിരുന്നു സംഗീതയും വാൻഷികയും തമ്മിലുള്ള പോരാട്ടം ആവേശകരമായത്. 1.59 മീറ്റർ വരെ കേരളത്തിന്റെ തന്നെ ചേഷ്മയും ഒപ്പമുണ്ടായിരുന്നു.
എന്നാൽ ഇടയ്ക്ക് വച്ച് ചേഷ്മ പുറത്തായതോടെ സംഗീതയും വാൻഷികയും നേർക്കുനേരായി പോരാട്ടം. ആദ്യ ശ്രമത്തിൽ തന്നെ ഇരുവരും അനായാസം ഉയരങ്ങൾ പിന്നിട്ടതോടെ ക്രോസ് ബാറിൽ ഉയരങ്ങൾ മാറിമറിഞ്ഞു. 1.61, 6-3, 6-7, 6-9 എന്നിങ്ങനെ ക്രോസ് ബാർ ഉയർന്നപ്പോഴെല്ലാം വാൻഷികയും സംഗീതയും അനായാസം ചാടിക്കടന്നു. ഒടുവിൽ 1.71 ഉയരത്തിലെത്തിയപ്പോഴാണ് ഇരുവർക്കും മറികടക്കാനാകാതെ പോയത്. പിന്നീട് 1.69 സെറ്റ് ചെയ്തപ്പോൾ സ്വർണം വാൻഷിക ഉറപ്പിക്കുകയായിരുന്നു. വാൻഷിക സെജ്വാൾ എന്ന പേര് വരും നാളുകളിൽ നാം കേട്ടാൽ അത്ഭുതപ്പെടാനില്ല. പുതിയൊരു താരോദയം കണ്ടാണ് ഹൈജംപ് അരീനയിൽ ക്രോസ് ബാർ താഴ്ന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ ഷൈജു പിലാത്രയ്ക്കൊപ്പം മനു എം നായർ.